അഗ്നിസാക്ഷി തന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ വൈശുവിനോട് അവൾക്ക് പങ്കുവെക്കണമായിരുന്നു. അവൾ വൈശാഖുമായി പുറത്തേക്ക് മാറി നിന്നു. ദേവു, നീ പറയുന്നത് സത്യമാണോ? അത് അർജുൻ, അവൻ ഇതാണോ അപ്പോ? വൈശു വിശ്വസിക്കാൻ കഴിയാതെ അവളോട് ചോദിച്ചു. അതെ വൈശുവേട്ട, അതവൻ തന്നെയാണ്, അർജുൻ സായിറാം. എന്റെ ഏട്ടന്റെയും അമ്മയുടെയും ഒക്കെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ. ഈ ഭൂമിയിൽ ദേവു ഏറ്റവും കൂടുതൽ വെറുക്കുന്നവൻ. ദേവു വെറുപ്പോടെ പറഞ്ഞു. പക്ഷെ മോളെ, അത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അവനെ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ അവനതിൽ അറിവുള്ളതായി എനിക്ക് തോന്നിയില്ല. വൈശു അവന്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞത് ദേവുവിന് ഇഷ്ടായില്ല. അയാൾ പഠിച്ച കള്ളനാണ് വൈശുവേട്ട. അയാൾ നമ്മുടെ മനം വാങ്ങിയത് പോലും മനഃപൂർവ്വം ഞങ്ങളെ ദ്രോഹിക്കാനാണ്. ദുഷ്ടൻ. ദേവു മനസ്സിൽ തോന്നിയത് മറച്ചു വെച്ചില്ല. നീ വിഷമിക്കാതെ മോളെ. എങ്കിലും അഗ്നിയുടെ തിരിച്ചുവരവിൽ മാത്രമേ നമുക്ക് സത്യം പൂർണ്ണമായും മനസ്സിലാവൂ. അവന്റെ സംസാരശേഷിയെങ്കിലും തിരിച്ചു കിട്ടട്ടെ. അർജുൻ ഇവിടെ നിരപരാധിയാണെങ്കിലോ? ആദ്യം ഇതൊക്കെ ഒന്ന് കലങ്ങി തെളിയട്ടെ. സത്യം എന്താണെന്നറിയാതെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുത്. വൈശുവിന്റെ വാക്കുകൾ ദേവുവിനെയും ആശയക്കുഴപ്പത്തിലാക്കി. അപ്പോഴേക്കും മിത്തുവും അവരുടെ അടുത്തേക്ക് വന്നു. എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? ഞാനില്ലാത്ത സമയം നോക്കി മിത്തു അവരോടായി ഒരു പ്രത്യേക താളത്തിൽ ചോദിച്ചു. അവളുടെ ആ ചോദ്യത്തിൽ ദേവു ഒന്ന് പതറി. എന്റെ പൊന്നു മിത്തുവേ, ഞങ്ങൾ ആശ്രമത്തിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതാ, നീ വാ. മിത്തു അത് വിശ്വസിച്ചു. അഗ്നിയുടെ അപകടത്തിന് പിന്നിലുള്ള കുറച്ച് സത്യങ്ങൾ അത് മിത്തുവിന് അറിയില്ല. വൈശു മിത്തുവിനെ അവന്റെ അരികിലേക്ക് വിളിച്ചു. പിന്നെ മൂന്നുപേരും കുറച്ചു നേരം മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. മിത്തു, നീ വരുന്നുണ്ടോ? ഞാൻ വീട്ടിലേക്ക് പോവാ. ഇറങ്ങാൻ നേരം ദേവു മിത്തുവിനോട്. അന്ന് സൺഡേ ആയതുകൊണ്ട് ദേവുവിന് അവധിയാണ്. തിരുവാതിരയുടെ ക്ഷീണമായതുകൊണ്ട് തന്നെ അന്നത്തെ ഡാൻസ് ക്ലാസ്സും മാറ്റിവെച്ചു. ഞാനും വരുന്നടി. ഏട്ടാ, ഏട്ടൻ വരുന്നുണ്ടോ? മിത്തു ദേവുവിനൊപ്പം പുറപ്പെടാൻ തയ്യാറെടുത്തുകൊണ്ട് പറഞ്ഞു. ഞാനില്ലടി, എനിക്ക് പോകേണ്ടതിൻ്റെ കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാനുണ്ട്. വൈകുന്നേരം 6 മണിക്കാണ് ട്രെയിന്. എൻ്റെ തിരക്ക് കഴിഞ്ഞിട്ട് ഞാൻ മനയിലേക്ക് വരാം. അവരോടും നമ്പൂരി അച്ഛനോടും യാത്ര പറയണം. വൈശു ദേവുവിനോടും മിത്തുവിനോടും പറഞ്ഞു. അവനോട് യാത്ര പറഞ്ഞ് അവർ മനയിലേക്ക് തിരിച്ചു. മനയുടെ കുറച്ചകലെയായി വാങ്ങിയ പ്ലോട്ടിൽ കൺസ്ട്രക്ഷൻ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുവാൻ പ്ലോട്ടിലേക്ക് വന്നതാണ് അർജുൻ. പ്ലാനും സൈറ്റിന്റെ കണ്ടീഷനുമൊക്കെ കാര്യമായിട്ട് സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്കാണ് വന്നത്. മറ്റു മൂവരും ജോലി സംബന്ധമായ മറ്റു തിരക്കുകളിലാണ്. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് ഈർഷ്യയോടെ പാൻസ് പോക്കറ്റിലായി കിടന്ന ഫോൺ കയ്യിലേക്കെടുത്തു അർജുൻ. വർക്കിൽ എൻഗേജ്ഡ് ആയിരിക്കുമ്പോൾ ഇങ്ങനെ ഫോൺ കോളുകൾ വരുന്നത് അവന് വലിയ ഇറിറ്റേഷനാണ്. അവൻ ഫോൺ സ്ക്രീനിലേക്ക് നോക്കി. ഡാഡിയാണ്. ഫോൺ ആൻസർ ചെയ്ത് ചെവിയോട് ചേർത്ത് വെച്ചു അർജുൻ. എന്താച്ചാ ഈ സമയത്ത്? അവൻ സംശയത്തോടെ ചോദിച്ചു. അജു, നീ അവിടെ തിരക്കിലാണോ? റാമിന്റെ ശബ്ദത്തിൽ പതിവില്ലാത്ത ഗൗരവം. അർജുൻ നെറ്റിച്ചുള്ളി. ഞാൻ സൈറ്റിലാണ് ഡാഡി. പറഞ്ഞോളൂ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അവൻ ആശങ്കയോടെ തിരക്കി. മോനെ, പൊന്നു ഇന്നലെ കുറച്ച് വയലൻ്റായി. ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വെച്ച കത്തി കൊണ്ട് കട്ടാക്കാൻ ശ്രമിച്ചു. ഭാഗ്യം കൊണ്ട് അവിടുത്തെ സെർവൻ്റ് കണ്ടു. ഒന്നും പറ്റിയില്ല. സായിറ കുറച്ച് വിഷമത്തോടെ പറഞ്ഞു. വാട്ട്? എന്തു പറ്റി ഡാട്ട്? പെട്ടെന്ന് അവൾ ഓക്കെ ആയതായിരുന്നല്ലോ. പെട്ടെന്ന് എന്തെങ്കിലും കാര്യം ഉണ്ടായോ? അജു സംശയത്തോടെ തിരക്കി. അറിയില്ല മോനെ, എനിക്കൊന്നും അറിയില്ല. ഞാൻ എന്തായാലും അവൾക്കടുത്തേക്ക് തിരിക്കുവാണ്. അത് നിന്നോട് പറയാൻ വിളിച്ചതാ. നിനക്കറിയാലോ, പലർക്കും ഒന്നും അറിയില്ല. സായിറ കുറച്ച് വിഷമത്തോടെ പറഞ്ഞു. എനിക്ക് വരാൻ കഴിയില്ലല്ലോ. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കൂടി വരട്ടെ ഡാഡ്? അവൻ വേദനയോടെ ചോദിച്ചു. അജു, ഞാൻ അവിടെ പോയിട്ടൊന്ന് വരാം. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം. അല്ലാതെ നമ്മൾ രണ്ടാൾക്കും ഒരുപോലെ മാറി നിൽക്കാൻ കഴിയില്ലല്ലോ. ഞാൻ എന്തായാലും പോയി വരാം. സായിറാം അവനോട് സ്നേഹത്തോടെ പറഞ്ഞു. ഓക്കെ ഡാഡ്, എന്തുണ്ടെങ്കിലും വിളിക്കണം. അവൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. അല്ലെങ്കിലും എനിക്ക് വിളിക്കാൻ നീയല്ലേ ഉള്ളൂ. ഞാൻ അവിടെ പോയി സംഭവിച്ചെന്താന്ന് നോക്കട്ടെ. പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ കോൾ അവസാനിപ്പിച്ചു. അർജുൻ തന്റെ കലങ്ങിച്ചുവന്ന കണ്ണുകൾ ആരും കാണാതെ അമർത്തി തുടച്ചു. അവന്റെ മനസ്സ് അത്രമേൽ സംഘർഷഭരിതമാണ്. പലതും കുഴിഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. താൻ കണ്ടതും അനുഭവിച്ചറിഞ്ഞതുമായ പലതും. കാര്യങ്ങൾ കരുതിയതിനപ്പുറം സങ്കീർണമാണ്. എവിടെ നിന്ന് തുടങ്ങണം? അതെ, ഇവിടെ നിന്ന്, ദേവുവിൽ നിന്ന് തന്നെ തുടങ്ങണം. അവൻ മനസ്സിൽ തീരുമാനമെടുത്തു.
മനയിൽ വന്ന ശേഷം അർജുൻ ദേവുവിനായി പരതി. എല്ലായിടവും തിരഞ്ഞെങ്കിലും അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിരാശയുടെ മുകളിലേക്ക് കയറി ചെന്നപ്പോഴാണ് അഗ്നിയുടെ റൂം തുറന്നു കിടക്കുന്നത് കണ്ടത്. അവൾ അവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ അവൻ അവിടേക്ക് ചെന്നു. മറ്റുള്ളവർ സൈറ്റിലായിരുന്നു. തനിക്കരികിലായി ആരോ നിൽക്കും പോലെ തോന്നിയ ദേവു കണ്ണുകൾ അമർത്തി തുടച്ചു. അർജുനാണെന്ന് കണ്ടതും ഉയർന്നു വന്ന രോഷത്തോടെ അവൾ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുവാനായി തുനിഞ്ഞു. ദേവാർത്തന! അർജുൻ പരുഷമാർന്ന ശബ്ദത്തോടെ അവളെ വിളിച്ചു. തികട്ടി വന്ന ദേഷ്യത്തോടെ അവൾ അവിടെ അനങ്ങാതെ നിന്നു. ദേവാർത്തന, താൻ കരുതുന്നതുപോലെ ഞാനല്ല അഗ്നിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം. എനിക്കെന്റെ പൊന്നുവിനോളം തന്നെ അഗ്നിയും ഇഷ്ടമായിരുന്നു. അർജുൻ അവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. പൊന്നു എന്ന് കേട്ടവൾ സംശയത്തോടെ അവനെ നോക്കി നെറ്റിച്ചുളിച്ചു. പൊന്നു, അഭിശ്രീ, അഭിശ്രീ സായിറ, എന്റെ പെങ്ങൾ, തന്റെ ഏട്ടൻ അഗ്നിവംശന്റെ പ്രണയിനി. അർജുൻ അവളോട് പറഞ്ഞു. അഭിയേട്ടത്തി എന്റെ ഏട്ടന്റെ പ്രണയിനിയാണ്. അതൊക്കെയോ ഓക്കെ. എന്റെ ഏട്ടന്റെ അപകടത്തിന് പിന്നിൽ നിങ്ങൾക്ക് പങ്കില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം ബുദ്ധിയില്ലാത്തവളല്ല ഞാൻ. സാമ്പത്തികമായി നിങ്ങളുടെ നിലയ്ക്ക് ചേരാത്ത കുടുംബമായതുകൊണ്ട് നിങ്ങൾ ദുരഭിമാന കൊലപാതകം നടത്താൻ ശ്രമിച്ചതല്ലേ? എന്റെ ഏട്ടന്റെ ഭാഗ്യം കൊണ്ടോ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടോ ജീവസ്തവം പോലെയെങ്കിലും എന്റെ ഏട്ടനെ ഞങ്ങൾക്ക് തിരികെ കിട്ടി. എന്നിട്ടും നിങ്ങൾക്ക് മതിയാവാതെ ഞങ്ങളുടെ മനം നിങ്ങൾ സ്വന്തമാക്കി. ഞങ്ങളോട് റിവെഞ്ച് ചെയ്യുവാൻ, എന്റെ ഏട്ടന്റെ അവശേഷിക്കുന്ന ജീവൻ ഇല്ലാതാക്കാൻ. ഇതല്ലേ സത്യം മിസ്റ്റർ അർജുൻ സായിറാം? അത് നിങ്ങളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങളുടെ മന നിങ്ങൾക്ക് വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. പാവം പാവം എൻ്റെ അച്ഛന് ഇപ്പോഴും അറിയില്ല സത്യങ്ങൾ പലതും. എല്ലാം എൻ്റെ മാത്രം തെറ്റാ. എൻ്റെ ഏട്ടൻ്റെയും അമ്മയുടെയും ജീവൻ രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ നിങ്ങളെ തേടി വരാഞ്ഞത് എൻ്റെ തെറ്റ് തന്നെയാ. ഇനിയും ഞങ്ങളെ ദ്രോഹിക്കാനാണ് തൻ്റെ ഉദ്ദേശമെങ്കിൽ എൻ്റെ മറ്റൊരു മുഖം താൻ കാണും. നോക്കിക്കോ, ഇത് ദേവാർത്തനയുടെ വാക്കാണ്. അത്രനാൾ അവളുടെ മനസ്സിലുണ്ടായിരുന്ന വിദ്വേഷം അണ പൊട്ടിയ പോലെ അവനിലേക്ക് ഒഴുകാൻ തുടങ്ങി. വാ, ഫന്റാസ്റ്റിക്! കഥ, തിരക്കഥ, സംഭാഷണം ദേവാർത്തന. സ്വയം ചമച്ചുണ്ടാക്കിയ കഥയുടെ അവതരണം കഴിഞ്ഞോ, അതോ ഇനിയുമുണ്ടോ? അർജുൻ കുറച്ച് പുച്ഛത്തോടെ അവളോട് ചോദിച്ചു. എനിക്ക് തന്നോടൊന്നും പറയാനില്ല അർജുൻ. അവൾ നിറഞ്ഞ കണ്ണുകൾ വാശിയോടെ തുടച്ചുകൊണ്ട് അവനെ കടന്നു പോകുവാനൊരുങ്ങി. നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടില്ലേ? എന്നാൽ ഇനി എനിക്ക് പറയാനുണ്ട്. താനത് കേൾക്കുകയും ചെയ്യും. ഇതൊന്ന് നോക്കൂ മിസ് ദേവാർത്തന. എന്നിട്ട് താൻ തീരുമാനിക്കേ, ഞാൻ പ്രതിയാണോ, തൻ്റെ ചിന്തകൾ സത്യമാണോ എന്നൊക്കെ. അർജുൻ്റെ വാക്കുകൾ കേൾക്കി ദേവുവിൻ്റെ പാദങ്ങൾ നിശ്ചലമായി. അജു തൻ്റെ ഫോണ് അവൾക്ക് നേരെ നീട്ടി. അവൾ ദേഷ്യത്തോടെ അവൻ്റെ കൈ തട്ടിമാറ്റി മുന്നോട്ട് നടക്കാൻ ശ്രമിച്ചു. എന്നാൽ അജുവിൽ നിന്നും ഒരു ചലന വ്യത്യാസം പോലും ഉണ്ടായില്ല. അജു പിന്നെയും അവളോട് ചേർന്ന് നിന്നു. നീട്ടിയ ഫോണിലേക്ക് അശ്രദ്ധയോടെ നോക്കിയവൾ അതിലുള്ള ഫോട്ടോ കണ്ട് അവൻ്റെ കൈവശമുണ്ടായിരുന്ന ഫോൺ പിടിച്ചു വാങ്ങി. അർജുനും അഗ്നിയും പിന്നെ അഭിശ്രീ എന്ന അഭിയേട്ടത്തി. ഇതിലിപ്പോൾ അത്ഭുതപ്പെടാൻ എന്താണുള്ളത്? എനിക്കറിയാവുന്ന കാര്യമാണല്ലോ അഭിയേട്ടത്തി നിങ്ങളുടെ അനിയത്തിയാണെന്ന്. ദേവു കുറച്ച് അവജ്ഞയോടെ പറഞ്ഞു. ദേവാർത്തനയ്ക്ക് എന്തൊക്കെ അറിയാം അഭിശ്രീയെക്കുറിച്ചും അഗ്നിയെക്കുറിച്ചും? കൂടിപ്പോയാലവർ ഇഷ്ടത്തിലാണെന്ന് അറിയായിരിക്കുമല്ലേ? അവൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ അവൾക്കായില്ല. ഒരു വട്ടം ഏട്ടൻ്റെ ഫോൺ എടുത്തപ്പോൾ അറിയാതെ കണ്ടതാണ് അഭിയേട്ടത്തിയുടെ ഫോട്ടോ. അവർ തമ്മിലുള്ള ഒരു സെൽഫി ടൈപ്പ് ചിത്രമായിരുന്നു അത്. അന്ന് ഏട്ടനോട് ചോദിച്ചപ്പോൾ നിന്റെ ഭാവി ഏട്ടത്തിയമ്മയാണ്, ബാക്കിയൊക്കെ സർപ്രൈസ് എന്നാണ് ഏട്ടൻ പറഞ്ഞത്. പേരെങ്കിലും പറയാൻ കെഞ്ചിയിട്ടാണ് പേര് പറഞ്ഞത്. ഒരിക്കൽ ഫോണിൽ സംസാരിച്ചു കൂടി. അങ്ങോട്ടൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. എന്നോട് പറഞ്ഞാൽ തീരാത്ത അത്ര വിശേഷങ്ങളായിരുന്നു അഭിയേട്ടത്തിക്ക് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത്. ദേവുവിൻ്റെ മനസ്സ് കഴിഞ്ഞ കാലങ്ങളിൽ കൂടി സഞ്ചരിക്കുമായിരുന്നു. ഹലോ, വീണ്ടും അജുവിൻ്റെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് മോചിപ്പിച്ചത്. പറയൂ, തനിക്ക് എന്തറിയാം അഗ്നിയെ അഭിയെക്കുറിച്ച്? അവളുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും നിറയുന്നത് അജുവിനെ അസ്വസ്ഥമാക്കി. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു. അവൾ വിങ്ങിപ്പൊട്ടി. അവൻ്റെ കൈകൾ അവളെ ആശ്വസിപ്പിക്കും പോലെ അവളുടെ പുറത്തായി തട്ടിക്കൊണ്ടിരുന്നു. ദേവ, സത്യമായും ഞങ്ങൾ ആരുമല്ല അഗ്നിയുടെ അവസ്ഥയ്ക്ക് പിന്നിൽ.
പണം കൊണ്ടും കുലമഹിമ കൊണ്ടും ആരെയും പാർവണത്തിലുള്ളവർ. അഗ്നിയും അഭിയും തമ്മിൽ ഇഷ്ടമായിരുന്നു എന്നെനിക്ക് അവൾ അവനോട് ഇഷ്ടം തുറന്നു പറയും മുമ്പേ തന്നെ അറിയായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ എതിർത്തിരുന്നെങ്കിൽ പോലും എൻ്റെ കുട്ടി അത് വേണ്ടെന്ന് വെച്ചേനെ. അത്രയ്ക്ക് അടുപ്പമുണ്ട് ഞാനും എൻ്റെ അനുജത്തിയും തമ്മിൽ. താൻ ഈ പറഞ്ഞതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. അവരുടെ കഥ തനിക്കറിയോ? ദേവു അവനിൽ നിന്ന് അകന്നു മാറി അജുവിനെ ആകാംക്ഷയോടെ നോക്കി. ബാംഗ്ലൂരിൽ ഞങ്ങളുടെ കമ്പനിയിൽ അഗ്നി കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയം അബി അവിടെ പഠിക്കുമായിരുന്നു. അങ്ങനെ അബി ആദ്യമായിട്ട് അവനെ കാണുന്നത് അവിടുത്തെ ഒരു സ്ട്രീറ്റിൽ വെച്ചാണ്. അബിക്ക് ഇങ്ങനെ കറങ്ങി നടന്ന് സ്ട്രീറ്റ് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ഒരു നൈറ്റ് അവളും ഫ്രണ്ട്സും കൂടി ഫുഡൊക്കെ കഴിച്ചു വരുന്ന നേരത്താണ് അബിയുടെ ഒരു ഫ്രണ്ടിനെ ഒരുത്തൻ കടന്നു പിടിച്ചത്. അയാൾ അവിടെയുള്ള ഒരു ഗുണ്ടാ സംഘത്തിലെ ആളായിരുന്നു. അവസാനം അവർ തമ്മിൽ പരസ്പരം വാഗ്വാദങ്ങളായി. ആളുകൾ അതിൽ ഇടപെടാതെ മാറി നിന്ന സമയം അഗ്നിയായിരുന്നു അവരുടെ രക്ഷയ്ക്കെത്തിയത്. അബിക്ക് അവനോട് ആദ്യം കണ്ടപ്പോൾ തന്നെ പ്രണയം തോന്നിയിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ അവൾ എന്നോട് പറഞ്ഞപ്പോൾ തന്നെ അതും എന്നോട് പറഞ്ഞു. പിന്നീടാണ് അഗ്നി ഞങ്ങളുടെ ഓഫീസിൽ എഗ്രിമെന്റ് ബേസിൽ ജോലി ചെയ്യുന്നുവെന്നറിഞ്ഞത്. അവൾ അവനെ നേരിട്ട് വന്ന് പ്രൊപ്പോസ് ചെയ്തത്. പക്ഷെ അഗ്നി അതും നിരസിച്ചു. ഇരുവരും തമ്മിലുള്ള ഫിനാൻഷ്യൽ അന്തരമായിരുന്നു അതിന് കാരണം. അഭി അവനെ മറക്കാൻ തയ്യാറായിരുന്നില്ല. അവൾ വീണ്ടും വീണ്ടും അവനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. തെല്ല് പോലും മാറാതെ അഗ്നിയും. പോകെ പോകെ അവൾ ആകെ ഡിപ്രസ്ഡായി തീർന്നു. ഞാൻ അന്ന് നാട്ടിലില്ലായിരുന്നു. അഭിയുടെ മാനസികാവസ്ഥ അറിഞ്ഞാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് ഓടിയെത്തുന്നത്. അഗ്നിക്ക് ഇഷ്ടമല്ലാത്ത സ്ഥിതിക്ക് അവളെ ഇതിൽ നിന്നും എങ്ങനെയും പിന്തിരിപ്പിക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. ഒരുപക്ഷെ ഞാൻ പറഞ്ഞാൽ അവളത് അനുസരിക്കുകയും ചെയ്തേനെ. അവളെ ഇഷ്ടമില്ലാത്ത ഒരാളെ നിർബന്ധിച്ച് അവളുടെ പ്രണയം ബലമായി പിടിച്ചു വാങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. പരസ്പരം സ്നേഹിക്കുന്നവരെ പിരിക്കാനും എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല. അഗ്നിയുടെ തീരുമാനം അറിയാൻ അവനെ നേരിക്കണ്ട് സംസാരിക്കാൻ ഞാൻ തീരുമാനിച്ചു. അഗ്നിയെ കണ്ട ശേഷം അയാളോട് ഞാൻ അബിയുടെ സ്നേഹവും ഇപ്പോഴത്തെ അവളുടെ അവസ്ഥയുമെല്ലാം പങ്കുവച്ചു. അയാളുടെ നിറഞ്ഞ കണ്ണുകളിൽ നിന്ന് എനിക്ക് അയാൾക്ക് അവളോടുള്ള സ്നേഹം വായിച്ചെടുക്കാൻ കഴിഞ്ഞു. അവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞിറങ്ങിയപ്പോൾ അഗ്നിയെ ഞങ്ങളുടെ അബിക്കായി നൽകണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ബന്ധങ്ങളുടെ മൂല്യം പണം കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തുന്ന സ്വഭാവം എൻ്റെ വീട്ടുകാർക്കില്ലെന്ന് എനിക്കറിയാം. എങ്കിലും വീട്ടുകാരുടെ പ്രതികരണം എന്തെന്നറിയാം. ഞാൻ ഡാഡിയോട് സംസാരിക്കാൻ തീരുമാനിച്ചു. അതിനായി ഡാഡിയുമായി ഒരു മീറ്റിംഗ് മറ്റാരും അറിയാതെ ഞാൻ അറേഞ്ച് ചെയ്തു. അജുവിൻ്റെ ഓർമ്മകൾ ആ ദിവസത്തിലേക്ക് ചെന്നെത്തി. എന്നാണ് അജു നിനക്കെന്നെ കാണണമെന്ന് പറഞ്ഞത്? സായിറാം അർജുനോട് അന്വേഷിച്ചു. അത് ഡാഡി, ഇത് കുറച്ച് സീരിയസ് മാറ്ററാണ്. നേരിട്ട് കണ്ട ഡാഡിയോട് സംസാരിക്കാമെന്ന് കരുതി. അർജുൻ ഒന്നും അടിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ അജു, ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും? അദ്ദേഹം അവനെ നോക്കി പകച്ചു. ഏയ് അല്ല ഡാഡി, ഇത് അബിയെ റിലേറ്റ് ചെയ്യുന്നതാണ്. അർജുൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു. എന്ത്? അബിയെ റിലേറ്റഡ് ആയത്? പൊന്നുവിന് എന്താ പ്രശ്നം? സായിറാം ഒരു അച്ഛൻ്റെ ആകുലതയോടെ തിരക്കി. അത് ഡാഡി, അബി ഒരു പയ്യനുമായി ഇഷ്ടത്തിലാണ്. അർജുൻ ഒന്നും അടിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? ആരാണിത്? സായിറാമൻ നിറഞ്ഞ ആകാംക്ഷയായിരുന്നു. നമ്മുടെ കമ്പനിയിൽ ഇപ്പോൾ എഗ്രിമെന്റ് ബേസിൽ കയറിയ പയ്യനാണ് അഗ്നിവംശ്. അർജുൻ അഗ്നിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സായിറാമിൽ അത്ഭുതം കൂടി. അഗ്നിവംശ്, അയാളെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു. കുറച്ച് നാളുകൊണ്ട് തന്നെ കമ്പനി കൂടുതൽ ലാഭം കൊണ്ടുവന്ന ആളെക്കുറിച്ച് എന്നോട് മാനേജർ മൂർത്തി പറഞ്ഞു. കാണണമെന്ന് കരുതിയിട്ട് നടന്നില്ല. ബാംഗ്ലൂർ വരുമ്പോൾ നേരിട്ട് അഭിനന്ദിക്കണമെന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. പൊന്നൂസ് അവനെ തന്നെ നമ്മുടെ മരുമകനെ ചൂസ് ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്തായാലും കൊള്ളാം, നല്ല സെലക്ഷൻ. സായിറാമിന്റെ അഗ്നിയെക്കുറിച്ചുള്ള അഭിപ്രായം അജുവിന്റെ മനസ്സിൽ കുളിര് കോരിയിട്ടു. അവൻ അഗ്നിയെ ഉടനെ തന്നെ കണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചു. അർജുൻ വിളിച്ചത് പ്രകാരം ബാംഗ്ലൂർ നഗരത്തിലെ പ്രശസ്തമായ റെസ്റ്റോറൻറ്റിൽ എത്തിയതാണ് അഗ്നി. അവന്റെ മനസ്സാകെ കലുഷിതമായിരുന്നു. ഒരുപക്ഷെ അഭിശ്രീയുടെ ഇഷ്ടം അറിഞ്ഞിട്ട് തന്നെ അതിൽ പിന്തിരിപ്പിക്കാനാകും അദ്ദേഹം വിളിക്കുന്നത്. അറിയാതെ മനസ്സിൽ കൂടുകൂട്ടിയ കുഞ്ഞു മോഹം അത് മുളയിലെ അവസാനിപ്പിക്കുവാൻ പോകുന്നുവെന്ന ചിന്ത അഗ്നിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരുപാട് ഇഷ്ടമായിരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഹൃദയത്തിൽ അവൾ കയറിയിരുന്നു. പക്ഷേ യോഗ്യതയില്ല. സമ്പത്തിന്റെ അത്യുന്നതിയിൽ നിന്നിട്ടും സാധാരണക്കാരെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പാവം പെണ്ണ്. എൻ്റെ ശ്രീ, പോട്ട പെണ്ണെ,
ഈ ജന്മത്തിൽ ഒന്നാകാൻ യോഗം ഉണ്ടാവില്ല. അടുത്ത ജന്മമെങ്കിലും ഭഗവാൻ നമ്മളെ പിരിയിക്കാതിരിക്കട്ടെ. അവൻ നടത്തത്തിന്റെ വേഗം കൂട്ടി. തുടരും.